ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒട്ടും കയ്പില്ലാതെ രുചികരമായി തയ്യാറാക്കാവുന്ന അച്ചാറാണ്. ചോറിനും ബിരിയാണിക്കും കൂട്ടാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈന്തപ്പഴം നാരങ്ങ അച്ചാർ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ 1/2 കിലോഗ്രാം വരുന്ന നാരങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ 4 ആയിട്ടാണ് കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഇപ്പോൾ നാരങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ അളവിൽ വരുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് 1/2 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഞാൻ ഇവിടെ 20ഓളം ഈന്തപ്പഴം കുരു മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വരുന്ന വിനാഗിരി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ വരെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഉരുളി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ചേരുവകളെല്ലാം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ഇഞ്ചി ചോപ്പ് ചെയ്തതും 1/2 കപ്പ് അളവിൽ വെളുത്തുള്ളിയും പിന്നെ 5 പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിളക്കി കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങ ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നാരങ്ങയും മസാലയും എല്ലാം ചേർന്ന് വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ച ഈന്തപ്പഴം ഇതിന് മുകളിലായി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 മിനിറ്റ് വരെ തന്നെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി തുറന്നു നോക്കാം. ഇപ്പോൾ നാരങ്ങയും ഈന്തപ്പഴം ഒന്ന് വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം അച്ചാർ വയ്ക്കുന്ന പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കാം. അതിന് മുമ്പായി അച്ചാർ ഇട്ട് വെക്കുന്ന പാത്രം നന്നായി ഡ്രൈ ആക്കി വേണം അച്ചാർ ഇട്ട് വെക്കാൻ, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരും. പിന്നെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 5 ദിവസം കഴിഞ്ഞ് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. അതുപോലെ തന്നെ 5 ദിവസത്തിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.